guys, it's me Ashwati and welcome back to our channel Mentor Tales. So ഇന്ന് നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി ഫോർ തേർഡ് സെം MA ഇംഗ്ലീഷിലെ ഫെമിനിസത്തിലെ അടുത്ത രണ്ട് കോൺസെപ്റ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് മാർക്സിസ്റ്റ് ഫെമിനിസം ആൻഡ് ഫ്രഞ്ച് ഫെമിനിസം. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ ഫസ്റ്റ് വൺ മാർക്സിസ്റ്റ് ഫെമിനിസം ആണ്. സോ ആ പേരിലുള്ളത് മാതിരി തന്നെ മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് തിയറിനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് ഏഞ്ചൽസ് ആണ് മാർക്സിസം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ബേസിൽ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫെമിനിസമാണ് മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇവിടെ മെയിനായിട്ട് അനലൈസ് ചെയ്യുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെയാണ് വിമൺ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു മാർക്സിസ്റ്റ് ഫെമിനിസത്തിൽ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ മാർക്സിസ്റ്റ് ഫെമിനിസം അനലൈസസ് ദ വേസ് ഇൻ വിച്ച് വിമൺ ആർ എക്സ്പ്ലോയിറ്റഡ് ത്രൂ ക്യാപിറ്റലിസം. ഓക്കെ, സോ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റലിസം ഉള്ളിടത്തോളം കാലം ഒരിക്കലും വിമണിന് എംപവർമെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, സോ എംപവർമെൻറ്റ് ഓഫ് വിമൺ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസം ഇല്ലാതെ ആവണം. അങ്ങനെയാണ് ഈ ഒരു മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകളുടെ ചിന്ത എന്ന് പറയുന്നത്. ഓക്കെ, സോ വിമൻസ് ലിബറലിസം ക്യാൻ ഓൺലി ബി അച്ചീവ്ഡ് ബൈ ഡിസ്മാൻഡലിംഗ് ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. ഓക്കെ, സോ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിമൻസ് ലേബർ അൺകോമ്പൻസേറ്റഡ് ആണ്. ഓക്കെ, വിമണിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ വിമണിന് ലിബറേഷൻ അല്ലെങ്കിൽ ലിബറലിസം വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എംപവർമെൻറ്റ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസം തകരണം. അതാണ് ഈ ഒരു മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, പിന്നെ മാർക്സിസ്റ്റ് ഫെമിനിസത്തിൽ പറയുന്ന ഒരു കാര്യം, ഈ ക്യാപിറ്റലിസത്തിനും അതുപോലെ തന്നെ പെട്രിയാർക്കിക്കും എതിരുള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ അത് ഒരുമിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ദ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ക്യാപിറ്റലിസം ആൻഡ് പെട്രിയാർക്കി ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഓക്കെ, അപ്പോൾ വിമൺ എപ്പോഴും എന്ത് ചെയ്യണം? ബൂർഷ്യ ക്ലാസ്സിന് എതിരായിട്ടുള്ള സ്ട്രഗിളിൽ വിമൺ എപ്പോഴും ജോയിൻ ചെയ്യണം. ഓക്കെ, ദേ ഷുഡ് ഓൾവേസ് ജോയിൻ ദ പ്രൊലറ്ററിയേറ്റ്സ് ഇൻ ദ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ബൂർഷ്യ ക്ലാസ്. ഓക്കെ, അതുമാതിരി പിന്നെ ഇവർ അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിയിൽ വേജ് കിട്ടുന്ന ടൈപ്പ് ഓഫ് ജോലികളുണ്ട്. ഓക്കെ, ശമ്പളം കിട്ടുന്ന ടൈപ്പ് ഓഫ് ജോലി. അപ്പോൾ അതിൽ ഡൊമസ്റ്റിക് വർക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഇവരുടെ മറ്റൊരു ആവശ്യമായിരുന്നു. ഓക്കെ, ഇൻക്ലൂഷൻ ഓഫ് ഡൊമസ്റ്റിക് വർക്ക് വിത്തിൻ ദ വേജ്ഡ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഓക്കെ, സോ ഡൊമസ്റ്റിക് വർക്കിന് എന്താണ് വേജ് കിട്ടാനുള്ള ഒരു അർഹത ഉണ്ട് എന്നാണ് ഈ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാൽ വിമണിനെ അവരുടെ ഫോഴ്സ്ഡ് കണക്ഷൻ ടു റീപ്രൊഡക്റ്റീവ് ലേബർ അതൊന്ന് ഒഴിവാക്കണം എന്നുള്ളത് ഇവരുടെ ഒരു ആവശ്യമാണ്. ലിബറേറ്റ് വിമൺ ഫ്രം ദിയർ ഫോഴ്സ്ഡ് കണക്ഷൻ ടു റീപ്രൊഡക്റ്റീവ് ലേബർ. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കെയർ ഗീവിങ്, അതുമാതിരി തന്നെ ഡൊമസ്റ്റിക് ഹൗസ് വർക്ക് റോൾസ്, അതൊക്കെയാണ് ഈ റീപ്രൊഡക്റ്റീവ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എക്കണോമി കൺസിഡർ ചെയ്താൽ, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി കൺസിഡർ ചെയ്താൽ എപ്പോഴും ദർ ഈസ് എ ജെൻഡേർഡ് ഡിവിഷൻ ഓഫ് ലേബർ. അതായത് വിമൺ എപ്പോഴും ലോവസ്റ്റ് പേയിങ് ജോബുകളായിരിക്കും, അല്ലെങ്കിൽ എന്താ അവർക്ക് അവരുടെ കരിയർ അഡ്വാൻസ്മെൻറ്റിന് എപ്പോഴും ഓരോ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. സോ ദർ ഈസ് ഓൾവേസ് എ ജെൻഡേർഡ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ദ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. അപ്പോൾ അത് ഇവർ മനസ്സിലാക്കിയിട്ട് അതിനെതിരെയും ഇവർ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് പെട്രിയാർക്കിയുടെ നേച്ചർ മനസ്സിലാക്കും, എന്നിട്ട് അതിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അതുമാതിരി തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ് എന്നൊക്കെ ഒരു ഫ്രീഡം അത് ഇവരുടെ ഒരു ആവശ്യമാണ്. അതുമാതിരി ഡൊമസ്റ്റിക് ലേബർ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ലേബറിനൊക്കെ വേജസ് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാർക്സിസ്റ്റ് ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് ആവശ്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിമൻ്റെ ഒപ്രഷനെയും അതുമാതിരി ലിബറേഷനെയും അതുമാതിരി ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ ഇഷ്യൂസ്, സെക്ഷുവാലിറ്റിയുടെ ഇഷ്യൂസ്, ഇതിനൊക്കെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന എ ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ് ആണ് ആക്ച്വലി മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാർക്സിസ്റ്റ് ഫെമിനിസത്തിൽ വരുന്നുള്ളൂ. സോ മെയിൻലി നമ്മുടെ മാർക്സിസ്റ്റ് തിയറീനെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് ഫെമിനിസം. Okay, which analyze the ways in which women are exploited in a capitalist society. Okay, so this is all about Marxist feminism. Next നമുക്ക് ഫെമിനിസത്തിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫെമിനിസം ആണ്. സോ കമ്പാരിറ്റീവ്ലി ഭയങ്കര ചെറുതും ഈസിയും ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഫ്രഞ്ച് ഫെമിനിസം എന്ന് പറയുന്നത്. സോ ഫ്രഞ്ച് ഫെമിനിസത്തിനെ റഫ്ലി 3 വേവ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്. ഈ 3 വേവ്സ് ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ, അതുമാതിരി പാരീസ് കമ്മ്യൂൺ, ഇതൊക്കെ ഈ ഇൻസിഡൻസ് ഒക്കെ നടന്നിട്ടുള്ള ഒരു ഇതാണ് ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ റിസൾട്ടായിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വിമണിന് സാഫ്രേജിന്, അതായത് റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റും കിട്ടി, അതുമാതിരി തന്നെ സിവിക് റൈറ്റ്സും അവർക്ക് കിട്ടുകയാണ്.
Okay, so this French Revolution, Paris Commune, that leads to the right of the women to vote, അല്ലെങ്കിൽ സഫ്രേജ് റൈറ്റ്സ് കിട്ടി, അതുമായി തന്നെ സിവിക് റൈറ്റ്സും കിട്ടി. ഇതാണ് ഫസ്റ്റ് വേവ് ഫെമിനിസത്തിൽ വരുന്നത്. ഇനി സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ, സെക്കൻഡ് വേവ് ഫ്രഞ്ച് ഫെമിനിസം എന്ന് പറയുമ്പോൾ ഒരു 1940s ആ കാലം തൊട്ടിട്ടാണ് ഈ ഒരു സെക്കൻഡ് വേവ് ഫെമിനിസം വരുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, വിമന്റെ റോൾ ഇൻ സൊസൈറ്റീനെ ഒന്ന് റീ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, റീ ഇവാലുവേഷൻ ഓഫ് വിമൻസ് റോൾ ഇൻ സൊസൈറ്റി. അതായത് ഈവൻ ഇപ്പോൾ ഫസ്റ്റ് വേവ് ഫെമിനിസത്തിന് ശേഷം വിമണിന് സിവിക് റൈറ്റ്സ് കിട്ടി, വോട്ട് ചെയ്യാനുള്ള അധികാരം കിട്ടി, എല്ലാം കിട്ടി. പക്ഷേ ഇങ്ങനെ പൊളിറ്റിക്കലി രണ്ട് മെൻ ആൻഡ് വിമണിന് ഈക്വൽ സ്റ്റാറ്റസ് ആയിട്ട് കൂടെ വിമൺ എന്താണ് സൊസൈറ്റിയിൽ ഇൻഫീരിയർ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിമണിൻ്റെ ഈ ഒരു റോളിനെ റീ ഇവാലുവേറ്റ് ചെയ്യാണ് സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ. സോ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടുത്തെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ബോഡിലി ഓട്ടോണമി, ഗ്യാരണ്ടി ഓഫ് ഇൻക്രീസ്ഡ് ബോഡിലി ഓട്ടോണമി. അതായത് വിമണിന് അവരുടെ ബോഡിയിൽ കൂടുതൽ കൺട്രോൾ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ബർത്ത് കൺട്രോൾ അല്ലെങ്കിൽ അബോർഷൻ ഉള്ളതിനൊക്കെ ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ് സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ബോഡിക്ക് കുറച്ചുകൂടി ഓട്ടോണമി അല്ലെങ്കിൽ കൺട്രോൾ അവർക്ക് തന്നെ കൊടുക്കുക. സോ സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ മേജറായിട്ട് വരുന്ന കാര്യം അതാണ്. ദാറ്റ് ഈസ് ഈ ഗ്യാരണ്ടി ഓഫ് ഇൻക്രീസ്ഡ് ബോഡിലി ഓട്ടോണമി. ഓക്കെ, ദാറ്റ് ഈസ് ആക്സസ് ടു അബോർഷൻ അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ, അതൊക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ അതാണ് സെക്കൻഡ് വേവ് ഫെമിനിസം. ഇനി തേർഡ് വേവ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഒരു 2000 ഓൺവേർഡ്സ് വരുന്നതാണ് തേർഡ് വേവ് ഫെമിനിസം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം എന്താണ് ഇവിടെ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസത്തിൻ്റെ എലമെൻറ്റ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. Okay, so it continued the legacy of the second wave, at the same time added the elements of post-colonial feminism. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിമൺ റൈറ്റ്സ് തന്നെയാണ് ഇവിടുത്തെയും ഇഷ്യൂസ്. പക്ഷെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ചില ഇഷ്യൂസും കൂടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ലൈക്ക് റേസിസം. ഓക്കെ, അപ്പോൾ വുമൺ റൈറ്റ്സിൻ്റെ ഇഷ്യൂസും അറ്റ് ദ സെയിം ടൈം അതർ ഡിസ്കോഴ്സസ് ലൈക്ക് റേസിസും തേർഡ് വേവ് ഫെമിനിസത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ഫ്രഞ്ച് ഫെമിനിസത്തിൽ ഈ 3 വേവ്സ് ആണ് അപ്പോൾ മേജറായിട്ട് വരുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഫെമിനിസം ഇസ് ഡീപ്ലി റൂട്ടഡ് ഇൻ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ്, പോസ്റ്റ് മോഡേണിസ്റ്റ് ഫിലോസഫിക്കൽ ട്രഡീഷൻസ് നമുക്ക് പറയാം. ഓക്കെ, സോ ഫൂക്കോ, അതുമാതിരി ഡെറിഡ, ലെക്കാൻ, ഇവരൊക്കെ ഈ ഒരു ഫ്രഞ്ച് ഫെമിനിസത്തിൽ ഇമ്പോർട്ടൻറ്റ് റോള് വഹിച്ചിട്ടുണ്ട്. ബിക്കോസ് ദിസ് ഫ്രഞ്ച് ഫെമിനിസം ഇസ് ഡീപ്ലി റൂട്ടഡ് ഇൻ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡേണിസ്റ്റ് ഫിലോസഫിക്കൽ ട്രഡീഷൻസ്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് ജെൻഡർ റോള് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതുമാതിരി പവർ ഡൈനാമിക്സിനെ ലാംഗ്വേജ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളും ഈ ഫ്രഞ്ച് ഫെമിനിസം അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഫ്രഞ്ച് ഫെമിനിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ 2 ടൈപ്സ് ഓഫ് ഫെമിനിസം നോക്കി. ദാറ്റ് ഇസ് മാർക്സിസ്റ്റ് ഫെമിനിസവും നോക്കി, ഫ്രഞ്ച് ഫെമിനിസവും നോക്കി. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. So that's all for today. Thank you so much.